പിണറായി വിജയൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛന് വർക്ക് കൊടുക്കുന്നത് അശോകൻ അങ്ങനെ 260 കോടിക്ക്. അപ്പോൾ എന്ത് വലിയ അഴിമതിയാണ് നടത്തത്. അതിൻ്റെ മുഴുവൻ ഡേറ്റാസും നമ്മുടെ ഈ ഓഫീസിൽ ഉണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. കേരളത്തിൽ ജനങ്ങളെ ഇവർ മാറ്റി. അത് ഭീഷണി കൊണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഉള്ള ശേഷിയില്ലായ്മയൊക്കെയിലേക്ക് ആളുകളെ എത്തിച്ചു, ഭയപ്പെടുത്തി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞു, 164 പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 164 ഇപ്പം നിലനിൽക്കുകയാണ്, കോടതിയിലുണ്ട്. ഒരു സ്റ്റെപ്പ് ഇവിടുത്തെ കേരള ഗവൺമെൻറ് എടുക്കാൻ പറയും. മുമ്പ് ഒരു 2 വർഷം മുമ്പ് അങ്ങ് പറഞ്ഞിരുന്നു എറണാകുളത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ അത് പിണറായി വിജയൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെതാണ്, ഉടമസ്ഥതയിലുള്ളതല്ല അദ്ദേഹത്തിൻ്റെതാണെന്ന്. അതെന്താണ്, അതേക്കുറിച്ച് ഒന്നുകൂടെ പറയും. അതായത് ഈ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ കച്ചവടം വരുന്ന സമയത്ത് നമ്മുടെ ദല്ലാൽ നന്ദകുമാർ വഴി ഒരു ഡീലാണ് അതിനകത്ത് വന്നത്. അപ്പോൾ ആ വിഷയത്തിൽ അന്ന് ഈ പിണറായി വിജയൻ ഒരിക്കലും ഒരു മുതലാളിയാണെങ്കിലും മുതലാളിയായിട്ട് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ പലരും ഉപയോഗിച്ചിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നടക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം, പിണറായി വിജയനെതിരെ സമൂഹ മാധ്യമത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനം നടത്തിയാൽ പോലും അതിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം, പിന്തുണയ്ക്കുക മാത്രമല്ല ഈ വിമർശിക്കുന്നവനെ വളരെ മൃഗീയമായി അശ്ലീലം പറയുന്ന ഒരു വിഭാഗം, അതൊരു ന്യൂനപക്ഷമാണ്, മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ബിംബമാണ്. ഈ അഴിമതി, കൊള്ളരുതായ്മ ഇതെല്ലാം കാണിക്കുന്നവരുടെ ഒരു ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനെ തൊടാൻ ആരും സമ്മതിക്കാതെ ഇവർ, ഈ ഒരു വിഭാഗം. അതൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പം അങ്ങ് പറഞ്ഞത് ശബരിമല വിഷയം, ശബരിമലയിൽ അയ്യപ്പനെ എതിരെ പിണറായി സർക്കാർ ഈ ഗെയിമും കൊണ്ട് വന്നപ്പോൾ അതിനെ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നാകെ ഇറങ്ങിത്തിരിച്ചു. അമ്മമാരും കുട്ടികളും കൊച്ചുകുട്ടികളും എല്ലാവരും, ഒരുപാട് ഒട്ടനവധി ആളുകൾ അയ്യപ്പനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചു. അയ്യപ്പനെ എല്ലാവരും സംരക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ അയ്യപ്പനെ സത്യത്തിൽ ഇവരുടെ ഒന്നും സംരക്ഷണം ആവശ്യമില്ല. അദ്ദേഹത്തെ തൊട്ട എല്ലാവരോടും ഭഗവാൻ അതിൻ്റെ പകരം വീട്ടുന്നുണ്ട്. അത് കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അയ്യപ്പനൊരു അപകടം പറ്റിയിരിക്കുകയാണ് കേട്ടോ, നമ്മൾ ചെയ്യേണ്ടതെന്നൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞവരാണ്. പിണറായി വിജയനെതിരെ എന്ത് നീക്കം നടന്നാലും അപ്പം തന്നെ അതിനെതിരെ അദ്ദേഹത്തിനൊരു കവർ. ഇത് അയ്യപ്പനോട് താരതമ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ റൊമാനിയയിലും US-ലൊക്കെ ഈ സാത്താൻ സേവ ഉണ്ടെന്ന് പറയുന്നത്, ഈ സാത്താൻ സേവയ്ക്ക് വലിയ പിന്തുണയും ഈ അംഗബലവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ സാത്താൻ സേവക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് സാത്താൻ സേവയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അവരെ പ്രതിരോധിക്കുന്ന ഒരു രീതി അവിടെയുണ്ട്. അതിന് ശരി, അങ്ങ് പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ അത് വേണമെങ്കിൽ ഇതിനെ ഒരു ദുഷ്ടശക്തിയാണല്ലോ. അപ്പോൾ ഈ ദുഷ്ടശക്തികളെ സംരക്ഷിക്കാനും ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം ജുഡീഷ്യറിയിൽ ഇവരുടെ ആളുകൾ കയറി കൂടിയിട്ടുണ്ട്, പോലീസിലുണ്ട്, എല്ലാ തരം ബ്യൂറോക്രാറ്റിക് സെക്ടറിൽ ഇവർ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം കൊള്ളക്കാരാണ്. അപ്പോൾ ഈ കൊള്ളക്കാർ ഇതിനകത്ത് വിരലെണ്ണാവുന്ന ആളുകളെ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാന്യന്മാരെന്ന് പറയാനുള്ളൂ. ബാക്കി എല്ലാവരും ഈ സംവിധാനത്തെ കൊള്ളയടിക്കുമല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ കൊള്ളക്കാർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഇയാൾ. അതിന് നന്ദി ഇയാളോടുണ്ട്. ആ നന്ദിയാണ് ഇവരെല്ലാവരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ തലത്തിലുണ്ടത്. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ HRDസിനെ സാധാരണ ഇവരുടെയൊക്കെ ഒരു രീതി നമുക്കറിയാം. ഇപ്പോൾ സ്വപ്ന സുരേഷിനെ പോലും ഒരുപാട് ആക്രമിച്ചതിന് ശേഷം MP ഗോവിന്ദൻ ഒരു ഇടനിലക്കാരനെ പറഞ്ഞു വിട്ട ഒരു സംഭവം ഉണ്ടായി. 30 കോടി രൂപ കൊടുത്ത് അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന ഒരു ആരോപണം ഉണ്ടായി. അദ്ദേഹം സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ സാധാരണ ഈ HRDSനെ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നോ ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് സ്വപ്ന സുരേഷ് യൂസഫ് അലിയുടെ പേര് പറയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് RSSൻ്റെ ഒരു നേതാവാണ് അന്ന് ഞാൻ ദുബായിലാണ് എന്നെ കാണാൻ അവിടെ വന്നത്. ആ യൂസഫിനാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞാണ് ഇത് കേരളത്തിലെ നേതാവാണ്, കേരളത്തിലെ ഒരു നേതാവാണ് അവിടെ വന്നത്, RSSൻ്റെ നേതാവാണ് എന്നെ കാണാൻ അവിടെ വന്നത്. അത് നമ്മളെ ഇവിടെ CPM-ആയിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള നമ്മുടെ SRPയുടെ ഒരു ബന്ധുവുണ്ട് അവിടെ. അപ്പം അവർ വഴിയാണ് എന്നെ ഇദ്ദേഹം ഒന്ന് കണ്ടത്.
അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യൂസഫ് അലിയുടെ പേര് ഇതിനകത്തുണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ട് യൂസഫ് അലിയുടെ പേരുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് വിടിയാലോ അവർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മൾ ഈ സ്വപ്നയുടെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്നൊരു നിലപാടാണ് സ്വാമിജി എടുത്തത്. സ്വാമിജി പറഞ്ഞു ഇവർ ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടാണ് ചാടിസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കുത്തി അവരോട് ഇത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു പിണറായി വിജയൻ എത്ര കിലോ സ്വർണം കൊണ്ടുപോയി, ഇത്തരം കാര്യമൊന്നും അവരോട് ചോദിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വാമിജി എടുത്തത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അത് തന്നെയാണ് ഫോളോ ചെയ്തത്. അല്ല, യഥാർത്ഥത്തിൽ MA യൂസഫ് അലിയുടെ പേര് സ്വപ്ന പറയാൻ അങ്ങനെ ഇവർക്ക് സംശയം തോന്നാനുള്ള കാരണം എന്താണ്? ഇത് ദുബായ് UAE നിന്നാണല്ലോ ഈ സ്വർണം വരുന്നത് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്. UAE നിന്ന് ദിവസം 32, 36, 38 കിലോ ഒക്കെ സ്വർണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പിന്നെ ഈ ഗവൺമെൻറ്റിലുള്ള പിടിപാട് ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇതിനകത്ത് ആ സമയത്ത് ഉയർന്നു വന്നത്. പിന്നെ യൂസഫ് അലിയെ പോലെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ LDF മത്സരിക്കും, UDF മത്സരിക്കും, BJPയിലെ കുറേ ആളുകൾ മത്സരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അപ്പം യൂസഫ് അലിയുടെ പേര് പറയുമ്പോൾ, അതായത് നമ്മൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നടന്ന ഒരു അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ED അതിൻ്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു, അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു, റെയ്ഡ് നടത്തി. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് വേണ്ടത്ര രീതിയിൽ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തില്ല. യഥാർത്ഥത്തിൽ അതേക്കുറിച്ച്, ആ അവയവ കച്ചവടത്തെക്കുറിച്ച്, അതിൻ്റെ ലേക്ക് ഷോർ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് താങ്കൾക്കും അറിയാം, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ഏത് തരത്തിലുള്ള കൊള്ള കേരളത്തിൽ നടന്നാലും ഇതിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരെല്ലാവരും. അതിനകത്ത് മാധ്യമങ്ങൾ ഉണ്ട്, മാധ്യമപ്രവർത്തകർ ശരിക്കും 4ാം കണ്ണാണ്. അവർ ആ രൂപത്തിൽ ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടവരാണ്. പക്ഷെ അവരും അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ എല്ലാം ഭാഗമായി പോവുകയാണ്. കാരണം ഇതിനകത്ത് വലിയ പണം മുടക്കം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഇവരുടെ പണമാണല്ലോ ഇതിനെല്ലാം വലുത്. അപ്പോൾ ആ ഒരു ലൈനിലേക്ക് കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയെ ഇവരെല്ലാവരും മാറ്റി തീർത്തിട്ടുണ്ട്. അതൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചത്. ഇപ്പം നമ്മൾ അന്ന് ഇപ്പം ഞാൻ പറഞ്ഞു തന്ന വേറൊരു കാര്യം, ഈ സ്വപ്ന സുരേഷ് കോൺസുലേറ്റ് ജോലി ചെയ്യുന്ന സമയത്ത് UAE നിന്ന് സ്വർണം വരുന്നു. ഇത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് സ്വപ്ന പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞു, 164 പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 164 ഇപ്പം നിലനിൽക്കുകയാണ്, കോടതിയിലുണ്ട്. ഒരു സ്റ്റെപ്പ് ഇവിടുത്തെ കേരള ഗവൺമെൻറ് എടുക്കാൻ പറയും, ഒരു അനങ്ങുന്നുണ്ടോ? ഇല്ല. ഈ 164 കൊടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി, എത്ര വർഷമായി? ഇത് എന്തായി അതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണ്ടേ? ഇപ്പം ഞങ്ങളിപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. നിങ്ങളൊരു വലിയ ചതിയാണ് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളതിപ്പം പോവും, നമ്മളല്ലാതെ ഇപ്പോൾ കോടതിയിലേക്ക് പോവും. കോടതികൾ പിന്നെ ഇത് എടുക്കുകയില്ല, കാരണം അവരുടെ മുമ്പിൽ ഒരു കൊലപാതകം നടക്കുന്ന കണ്ടാലും അതാരും പരാതി കൊണ്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു ലൈനാണല്ലോ. അല്ല, നമ്മൾ വ്യത്യസ്തർ കുറച്ച് 1 2 ന്യായാധിപന്മാർ മാത്രമേ വ്യത്യസ്തരായിട്ടുള്ളൂ. ബദറുദ്ദീൻ സാറിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ദേവൻ രാമചന്ദ്രനെ പോലെ ഉണ്ടാകുന്ന ഞാൻ പറയില്ല, ഉണ്ടായിരുന്ന അദ്ദേഹം മുമ്പ് അങ്ങനെയായിരുന്നു. അല്ലാതെ മറ്റുള്ളവരും ദേവസ്വം ബെഞ്ചിലെ KV ജയകുമാറും രാജാ വിജയരാഘവനും ഒക്കെ നമുക്കറിയാം എന്താണ് അവരുടെയൊക്കെ ഒരു നിലപാടും അവരുടെ ഒരു പോക്കൊക്കെ ഒന്ന്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം HRDS വീണ്ടും മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുന്നത് അങ്ങയുടെ പേരുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പോക്സോ കേസുമായി ഉള്ള ഒരു പരാമർശത്തിൻ്റെ പേരിലാണ്. പക്ഷേ താങ്കളെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും താങ്കളുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അജി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാധ്യമപ്രവർത്തകർക്കെല്ലാം പലർക്കും വ്യക്തിപരമായി അറിയാവുന്നൊരു കാര്യമാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലരും അതിനെ ആ ഒരു ഗൗരവത്തോടു കൂടി എടുത്തുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായിരുന്നു ആ ഒരു പോക്സോ കേസിലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനകത്ത് സംഭവിച്ചത്, ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ കാശ്മീരിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ HRDS ഏറ്റെടുത്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. ലോകത്താദ്യമായാണ് മോദിജിയെ പോലെ ഒരാൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. യുദ്ധക്കെടുതികളിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണല്ലോ. കാരണം അവർ നിരപരാധികളാണ്, അവരാരും അല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പം യുദ്ധം ഒരു ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്, ഇതൊരു ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പം അങ്ങനെ പെടുന്നവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന നമുക്കുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്, പക്ഷെ അവരാരും
പിന്നീട് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. എവിടെയെങ്കിലും ക്യാമ്പുകളിൽ കൊണ്ടിടും. കുറച്ചുനാൾ കഴിയുമ്പോൾ അവരവിടുന്ന് മടുത്ത് ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. യുദ്ധത്തിലെല്ലാം തകർന്നവർക്ക് പിന്നെ ഒന്നും പുനർനിർമ്മിച്ച് നൽകുന്ന പരിപാടിയില്ല ഒരിടത്തും. അത് എത്ര ആധുനിക ലോകത്തും അത് നടക്കുന്നില്ല. യുദ്ധം കഴിയുന്നതോടുകൂടി ഇരകളെ മറക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ആ യുദ്ധക്കെടുതികളിൽപ്പെട്ടവർക്ക് ഒരു പുതിയ ജീവിതം നൽകേണ്ട തൊണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് മോദിജി അങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. അപ്പം ഇത് ആരെ ഏൽപ്പിക്കണം, പെട്ടെന്ന് പണി തീർക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെക്കുറിച്ച് ആരോ പറഞ്ഞ് അദ്ദേഹം അറിയുന്നു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ലെവലിലുള്ള ഏതോ IAS ഓഫീസർ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. അങ്ങനെയാണ് നമ്മളോട് രാജ്നാഥ് സിംഗ്ജിയൊക്കെ പോയി കാണാൻ പറയുന്നു. ഞങ്ങൾ പോയി കണ്ടു. സ്വാമിജി ഉണ്ടായിരുന്നു. അതിനുശേഷം ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹജിയെ കാണാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു. ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പിട്ടു. നമ്മൾ ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്നപ്പോൾ പൊതുവെ ഇപ്പം ഈ കാശ്മീരിലെ തീവ്രവാദികൾ ഒന്നടങ്കം എന്ന് പറയാം. കുറച്ച് പേര് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും കേരളത്തിലേക്ക് പോന്നിരിക്കുകയാണ്. കേരളം ആണ് ഇതിൻ്റെ എല്ലാം ഒരു ഹബ്ബ്, മെയിൻ ഹബ്ബ്. അപ്പം ആ ആളുകൾക്ക് നമ്മുടെ മേൽ അങ്ങേയറ്റത്തെ പകയുണ്ട്. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. കാരണം പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ളൊരു വിഭാഗമാണുള്ളത്. അപ്പോൾ പാകിസ്ഥാനെതിരെ ഉള്ളൊരു മൂവ്മെൻറ്റും കൂടെ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് വലിയ പകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഭീഷണികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളൊക്കെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതുണ്ടായത് നമ്മുടെ ഒരു ജീവനക്കാരനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരു വലിയ ഗെയിമാണ് ഇത് കളിച്ചത്. അതിനകത്ത് പ്രധാനപ്പെട്ട റോൾ എടുത്തത് ഈ നമ്മുടെ ദല്ലാൽ നന്ദകുമാർ നന്ദകുമാറാണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട് നിന്ന് പ്രവർത്തിച്ചത്. ആർക്ക് വേണ്ടി? ഈ പറയുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്തൊരാളെ വെച്ചുകൊണ്ടല്ലോ കളിക്കാൻ. അങ്ങനെയാണ് ഈ നമ്മുടെ തന്നെ ഒരു 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ പണ്ട് പോലെ നമുക്ക് അറിയാവുന്ന ആളാണ്. ഈ ഇത്തരം ആളുകളുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പം നിയമപരമായി അത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പറയാം. അപ്പം അങ്ങനെ പക്ഷെ ഇപ്പം കോടതി ഒരു അനുകൂല എന്ന് വെച്ചാൽ നമുക്ക് ഇയാൾക്കെതിരെ നമ്മളൊരു ആക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കാരണം ഞാൻ ഈ താങ്കൾ പറയുന്ന വ്യക്തിയെ എനിക്കും അറിയാം. ആ വ്യക്തി എങ്ങനെയാണ് HRDSന്റെ ഓഫീസിൽ പെരുമാറിയിരുന്നത്, നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നന്നായി ഒരുവിധം അറിയാവുന്ന ഒരാൾ, കണ്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ വ്യക്തി ആണ് ഇത്തരത്തിലൊരു പരാതിക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഞെട്ടലാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഇപ്പോൾ ഞാനും താങ്കളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് നാളെ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ HRDSന്റെ സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ എന്നെ മർദ്ദിച്ചു, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പിടിച്ചു മറിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഒരു എന്ന് പറയുന്ന പോലെയല്ലേ ഏകദേശം അത്. അപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹത്തിനത് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മനുഷ്യർ എല്ലാ കാലത്തും, ഞാൻ പറഞ്ഞില്ല, മഹാഭാരത കാലം മുതലേ ഇത്തരം കൊടും ചതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടായൊരു കാര്യമാണത്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനൊരു ഗെയിമിലേക്ക് ഇവരുടെ കൂടെ കൂടുമെന്ന് നമ്മൾ കരുതല്ല. ഒരുപാട് ആക്രമണങ്ങൾ നമുക്കെതിരെ വരുമ്പോഴും പുള്ളി പണ്ട് CPM ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് CPM പരാതിക്കാരൻ. അപ്പോൾ CPMൻ്റെ ആളുകളുമായിട്ട് നല്ല ബന്ധം പുള്ളിക്ക് ഇപ്പോഴും പുലർത്തുന്നുണ്ട്. P ശശിയായിട്ട് ബന്ധമുണ്ട്, അതുപോലെ രാജേഷുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പം ഇദ്ദേഹമാണ് ഇങ്ങനൊരു കേസ് നമുക്കെതിരെ പരാതി സ്റ്റേഷനിൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ പരാതി കൊടുക്കുന്നതിനൊരു 1.5-2 മാസം മുമ്പ് മുതലേ പുള്ളിക്കെതിരെ ഒരു വേറൊരു ആക്ഷൻ എടുക്കേണ്ടി വന്നിരുന്നു. ആന്ധ്രയിൽ നമ്മുടെ ഓഫീസിലേക്ക് പുള്ളിക്ക് ഒരു ട്രാൻസ്ഫർ കൊടുക്കേണ്ടി വന്നു. പുള്ളിയോട് കുറച്ച് നിർബന്ധിത അവധി എടുപ്പിച്ചു നമ്മൾ. അത് വേറൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എഴുത്തുകുത്തുകളും കത്തുകളും എല്ലാം നമ്മുടെ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു 20 ലക്ഷം രൂപ ഒരു ശബ്ദ സന്ദേശമൊക്കെ പ്രചരിച്ച ഒരു ഓഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പോലീസിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പരാതി ഉണ്ടായാൽ അറസ്റ്റ് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ല. നമ്മുടെ നിയമ സംവിധാനം അത്ര ശക്തമാണ്. അതെ. അതിൽ ഈ പരാതിക്കാരുടെ ഈ വിക്ടിം എന്ന അയാൾ പറയുന്ന കുട്ടിയെപ്പോലും, ആ കുട്ടിയും കുട്ടിയുടെ മൂത്ത സഹോദരിയും ഒക്കെ വിദ്യാഭ്യാസ ചിലവൊക്കെ വഹിച്ചത് HRDS അല്ലേ? HRDSലെ മുഴുവൻ സ്റ്റാഫിൻ്റെയും കുട്ടികളുടെ വിദ്യാഭ്യാസ HRDS ആണ് ചിലവുകൾ HRDS ആണ് വഹിക്കുന്നത്. എല്ലാ ജീവനക്കാരുടെയും കുട്ടികൾ അല്ലേ? അതെ. കാരണം അതിപ്പോൾ എത്ര പേരെ പഠിച്ചാലും, ഇപ്പോൾ MBBSന് പഠിക്കുന്നവരുണ്ട്, അവരുടെ പൈസ നമ്മളാണ് കൊടുക്കുന്നത്. അങ്ങനെ HRDSൽ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ അന്നേരം മുതൽ അല്ലാത്ത ചില കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്, പല റെക്കമെൻഡേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ ഈ ജോലിയുടെ ഒരു
അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ തന്നെ പറയുന്ന കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം HRDs നടത്തും എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യം നമ്മളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കുട്ടി മൂത്ത കുട്ടി LLBക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് HRDs ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ടെറർ ഗ്രൂപ്പുകളുമായിട്ട് ചേർന്നിട്ട് ഒരു വലിയ ഓഫർ വിളി കിട്ടുന്നു. ഇപ്പോൾ ഒരു ഹിന്ദു സംഘടനയെ നമ്മൾ HRDSൻ്റെ പ്രസിഡന്റ് സ്വാമിജി ആയതുകൊണ്ടും നമ്മളൊക്കെ ഇതിനകത്ത് കൂടുതൽ ആളുകളും ഹിന്ദുക്കളായതുകൊണ്ടും ഇതൊരു ഹിന്ദു സംഘടന എന്നുള്ള ഒരു പേര് ലൈനിലാണ് ഇവരിതിനെ എടുക്കുന്നത്. നമുക്കങ്ങനെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിംസോ ഒന്നും നമുക്കില്ല. നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ലോകത്തെല്ലാവരും നമ്മൾ ഒരുപോലെയാണ് കാണുന്നത്. പിന്നെ അപകടകാരികളായിട്ട് വേണ്ടതായിട്ട് വരുമല്ലോ. അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു പേര് നമുക്ക് പിന്നെ RSS എന്നുള്ളൊരു പേര് ചേർത്ത് തന്നിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇതിനകത്ത് RSSകാർ മാത്രമാണ് ഉള്ളത്. RSSലുള്ള ആളുകളുണ്ട്, CPM-ലുണ്ടായിരുന്ന, ഇപ്പോൾ ഞാനൊക്കെ പണ്ട് CPM-ലുണ്ടായിരുന്ന ആളാണ്. അതുപോലെ കോൺഗ്രസ്സിലുള്ള ആളുകളുണ്ട്, ഇപ്പോഴും കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, BJP-യിലുള്ളവരുണ്ട്. രാഷ്ട്രീയ മതമൊന്നും HRDS ഘടകമല്ല. HRDSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പട്ടിണിയുടെ രാഷ്ട്രീയമാണ്. എങ്ങനെ പട്ടിണി മാറ്റാം ആളുകളുടെ, ഇതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയം. അപ്പം അതിന് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ CPM-ൻ്റെ ചില നേതാക്കന്മാരെ ഈ പരാതിക്കാരൻ പോയി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു കോക്കസ് ക്രിയേറ്റ് ചെയ്ത് ആ കോക്കസാണ് ഈ നമ്മുടെ ദല്ലാൽ നന്ദകുമാറിനെ ഈ പരിപാടി ഏൽപ്പിക്കുന്നത്. പുള്ളിയാണല്ലോ ഇതിൻ്റെ കോർഡിനേറ്റർ, പുള്ളിയാണ് ഇതുപോലുള്ള വിഷയങ്ങൾ കോർഡിനേഷനിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പുള്ളിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി നമ്മളെയും പല ഇതിനു മുമ്പ് പോലെ ഒരു ആക്രമിക്കുന്ന ലൈൻ ഉണ്ടായിരുന്നു. അല്ല, താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ ദല്ലാൽ നന്ദകുമാറിനെ? നേരിട്ട് പരിചയമുണ്ട്. സൗഹൃദം ഉണ്ടായിരുന്നോ? സൗഹൃദമല്ല, പുള്ളി പല ബിസിനസ്സുകളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫണ്ട് അവിടെ നിന്ന് വാങ്ങിത്തരാം, ബോംബെ നിന്നൊരു ഏജൻസിയുടെ ഇന്നൊരു 350 കോടി രൂപ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വട്ടം ഇങ്ങനെ HRDS ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പുള്ളി മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ വരാറുള്ളതാണല്ലോ. അങ്ങനെ പരിചയം പുള്ളിയുണ്ട്. അപ്പം പക്ഷെ പുള്ളിയുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റെടുക്കും. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, ജോലി അതുപോലെ അതാണ്. അപ്പോൾ ഈ പുള്ളിയുണ്ട്. പിന്നെ എറണാകുളത്തുള്ളൊരു അഡ്വക്കേറ്റ് മനോരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ്. മനോരഞ്ജൻ HRDSൽ പ്രവർത്തിച്ചിരുന്ന ആളല്ലേ? പണ്ട് കുറച്ച് നാൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അന്ന് ഈ ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ നമ്മുടെ ആളുകൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജോയി മാത്യു ഉണ്ട്, ഇങ്ങനെ പഴയ കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകളുടെ രാജു, ബിജു, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ആ തലത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഈ മനോരഞ്ജനും. അപ്പോൾ മനോരഞ്ജൻ ഈ ദല്ലാൽ നന്ദകുമാറായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പരാതിക്കാരനെ കൂടെ വിലക്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അമൃതാനന്ദമയി മഠത്തിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ കൊണ്ടുവന്നപ്പം അന്ന് CPM ആണ് അതിനെ ഏറ്റെടുത്തത്. ബ്രിട്ടാസ് വിദേശ വനിതയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ പിന്നിലും ദല്ലാൽ നന്ദകുമാറിൻ്റെ പങ്കുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ ദല്ലാൽ നന്ദകുമാറിനല്ല പങ്കുള്ളത്. അത് ശരിക്കും ഇവര് CPM ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്താണ്. ഈ വിഷയത്തിൽ പക്ഷേ ദല്ലാളാണ് ഇതിനകത്ത് കളിച്ചത്. കാരണം മുസ്ലിം ഗ്രൂപ്പുകളുടെ നിന്ന് ഫണ്ട് വാങ്ങണമായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്ത് 10 കോടി രൂപയാണ് ഇവർ ഉറപ്പിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ 1 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതിൽ 10 ലക്ഷം രൂപയാണ് ഈ പരാതിക്കാരന് കൊടുത്തത്. കാരണം പരാതിക്കാരൻ്റെ കുറച്ച് കടങ്ങളുണ്ടായിരുന്ന കേൾ വീട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ ഡേറ്റാസ് എല്ലാം പോലീസ് എടുത്തു. ഇത് ആരുടെ കടം, സോഴ്സ് ഇല്ലാതെ വീട്ടിൽ കളയും. അതെ, അതെല്ലാം എടുത്തു. ആ ഡീറ്റെയിൽസ് എല്ലാം അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ദല്ലാളിലേക്ക് ഈ സംഭവം എത്തുന്നത്. നമ്മൾ കണ്ടതല്ല, പോലീസ് കോൾ റെക്കോർഡ് വെച്ചിട്ട് എല്ലാം എടുത്താണ്. ആ സമയത്ത് ഈ പറഞ്ഞ പരാതിക്കാരനോട് കേരളത്തിൽ വരികയും ഇവരെല്ലാം കാണുകയും ഇവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കുകയും എല്ലാം ചെയ്തിട്ട്, അപ്പോൾ നമ്മളിപ്പോൾ അത് NIAക്ക് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം HRDSനെ പോലൊരു ഓർഗനൈസേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അല്ല, അത് അദ്ദേഹം ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ടല്ലോ, ഏതറ്റവും വരെയും പോകും എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അതെ. അതിൽ താങ്കളോട് പൈസ ചോദിച്ചിരുന്നു, 20 ലക്ഷം രൂപ ചോദിച്ചിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ HRDSന് അങ്ങനെ ഒരു ഭീഷണിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പൈസ എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല അങ്ങനെ കൊടുക്കുന്ന ഒരു രീതി നമുക്കില്ലല്ലോ. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നമ്മളതിനൊന്നും വഴങ്ങാതെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്തും കാണിക്കും എന്നുള്ളൊരു ലൈൻ എടുക്കുവാണ്. അപ്പോൾ അതിനെ നേരിടാനേ പറ്റുള്ളൂ നമുക്ക്. പക്ഷെ ഭാഗ്യത്തിന്
ഈ രേഖകളെല്ലാം നമ്മുടെ ഉണ്ടായിരുന്നതുകൊണ്ടും അവർക്ക് അപ്പോൾ പോലീസ് ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിൽ, കോടതി കൊടുത്ത റിപ്പോർട്ടിൽ ഇവരുടെ ഈ മൊഴികൾ അല്ലാതെ വേറെ യാതൊരു രേഖയും ഇതിനകത്തില്ലെന്നും, പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് ഇവർക്കെതിരെയുള്ള ഇത്തരം രേഖകൾ മുഴുവൻ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു, അതുകൊണ്ട് ജി കൃഷ്ണൻ ഇതിൽ പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട് ആണ് കോടതിയുടെ ഫൈൻഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. ഈ പിന്നീട് അതിനുശേഷം ഈ പരാതിക്കാരൻ എന്തെങ്കിലും കോംപ്രമൈസിനോ അതുമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഈ മറ്റേ BJP ലൈനിലുള്ള പലരുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ വന്നിരുന്നു. പക്ഷെ നമുക്ക് കേസ് പിൻവലിക്കാൻ അതെ. അപ്പോൾ ഇത്തരം കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു കേസുമായിട്ട് ഒരാൾ പോയിട്ട് അത് പിൻവലിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭയക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ അത്ര ഒരു പരിപാടിക്കും നമ്മൾ ഇല്ല, അത് കേസിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പം നമ്മൾ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ ഇങ്ങനെ പണം ഉണ്ടാക്കാനും അല്ലെ ആളുകളെ ഭീഷണിപ്പെടുത്താനും വേറെ സംവിധാനത്തെ തകർക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കുറ്റകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് കോടതി തന്നെ പരാമർശിച്ചു ആ വിഷയം കോടതിയിൽ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ടതായിട്ടുണ്ട്. HRDS ഈ അട്ടപ്പാടിയിലൊക്കെ ഒരുപാട് ആദിവാസികൾക്ക്, അതായത് അവരുടെ ഒരു സർക്കാരിൻ്റെ വീട് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് HRDSന് അതിൽ ഇടപെടേണ്ടി വന്നതും ആ ഒരു വീടുകൾ നിർമ്മിച്ചു കൊടുത്തതുമൊക്കെ. പക്ഷേ പിന്നീട് അത് സർക്കാർ തന്നെ പറഞ്ഞു അത് വാസയോഗ്യമല്ലാതെ അങ്ങനെ പല ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് HRDSന് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുമതി നിഷേധിച്ചതും HRDS പിന്നീട് ഒഡീഷയിലേക്ക് പോയതും. മടങ്ങി വരാൻ സാധ്യതയുണ്ടോ? കാരണം അടിസ്ഥാന വർഗം ആദിവാസികളാകട്ടെ, അതിൽ എന്തോ ആയിക്കോട്ടെ, അടിസ്ഥാന വർഗത്തിന് ഇപ്പോഴും പലരും വീടില്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് മടങ്ങി വരാൻ, ഭരണമാറ്റം ഉണ്ടായ സ്ഥിതിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും അങ്ങനെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പല ആളുകൾ സംസാരിച്ചു. കേരള കോൺഗ്രസിൽ നിന്നുള്ള ജോസഫ് സാറുമൊക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടല്ലോ തൊടുപുഴയിൽ. അദ്ദേഹത്തിൻ്റെ മകൻ ഒക്കെ നമ്മൾ വന്ന് കണ്ടിരുന്നു. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കുള്ളൊരു കുഴപ്പം, ഇതിന് അന്ന് ഇങ്ങോട്ടുള്ള ഫണ്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ആ ഫണ്ടാണ് എല്ലാം നമ്മൾ ഒഡീഷയിലേക്ക് മാറ്റേണ്ടി വന്നത്. അപ്പം ഇനി പുതിയ പ്രപ്പോസൽ വെച്ച് ഫണ്ട് അനുവദിച്ച് എടുക്കണം, അത് അനുവദിപ്പിക്കണം. അതാണ് അതിൻ്റെ ഒരു തടസ്സമായിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു കാര്യം. അതൊന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒഡീഷ സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണോ അങ്ങോട്ട് പോയത്? അതെ. കാരണം ഒഡീഷയിൽ ഇപ്പം BJP വന്നപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. കഴിഞ്ഞ 25 വർഷം ബിജു ജനതാദളാണ് അവിടെ ഭരിച്ചത്. അപ്പം അന്ന് അവരെ സംബന്ധിച്ച് ഈ CPMൻ്റെ വേറൊരു പതിപ്പാണ്. ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു കളി മാത്രമേ ഉള്ളൂ. അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അയാൾ താമസിക്കുന്ന വീട് 350 കോടി രൂപ വിലയുള്ള വീടാണ്. ഈ ബിജു പട്നായിക് അല്ല, നവീൻ പട്നായിക്, അദ്ദേഹത്തിൻ്റെ മകനാണ്. അവിടെ മറ്റേ ആൾ മരിച്ചല്ലോ. അപ്പോൾ ഇവരൊക്കെ അതിസമ്പന്നരാണ്. അപ്പം അവർ താമസിക്കുന്ന അത്തരം സുഖസൗകര്യത്തിൽ താമസിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനില്ല. ഒരു മേഖല, ഇപ്പം ഭുവനേശ്വർ പോലുള്ള ചില മേഖലകളിൽ സമൃദ്ധമാണ്. അവിടെ എല്ലാ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ആളുകളാണുള്ളത്. നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയേ പോയി ദരിദ്രരുടെ ഒരു മേഖലയാണത്. ഇപ്പം നമ്മളുടെ വീട് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടുന്നാണ് ഞാൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നപ്പം. അത് നമ്മുടെ മയൂർഭഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുജിയുടെ സ്ഥലമാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗുരുതരമായ അവസ്ഥയിലാണ് ആളുകൾ താമസിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രസിഡന്റ് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ 2500 വീട് അവിടെ പണിയുകയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും കുറച്ച് ഫണ്ട് കൂടെ ഡയറക്റ്റ് പ്രസിഡന്റിൻ്റെ ഫണ്ട് തരാമെന്നൊരു ധാരണയായിട്ടുണ്ട്. മിനിങ്ങാന്ന് മറ്റേ പ്രസിഡന്റിൻ്റെ സെക്രട്ടറിയെ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവിടെ ആര് വന്നാലും ഈ പ്രശ്നങ്ങൾ, ഇപ്പം കോൺഗ്രസ് ഭരിക്കുമ്പോൾ CPMന് വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും ഇവിടെ. അതെ, അതിപ്പോൾ ഉണ്ടാക്കുന്നല്ലോ, എന്ത് പറഞ്ഞാലും അവർക്ക് സമരമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ നേരിടാൻ കോൺഗ്രസിന് ശേഷിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺഗ്രസ് വന്നു എന്നുള്ളതുകൊണ്ട് ഉടനെ ഇവിടെ എല്ലാം വിചാരിക്കാൻ പറ്റില്ല. ഈ സംവിധാനം മുഴുവൻ പാടെ തുടച്ചു മാറ്റിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതൊരു ക്ലീനിങ് പ്രോസസ്സ് ആവശ്യമുണ്ട്.
അതിനകത്ത് ഈ പാറ്റായി കൊല്ലുന്ന മറ്റേ സാധനം അടിക്കുന്നത് അതിൻ്റെ ഒരു പേരുണ്ടല്ലോ, ഹിറ്റോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സാധനം മേടിച്ച് അടിച്ചതിനെ എല്ലാം ഇവിടുന്ന് ഓടിച്ചു വിട്ടാൽ മാത്രമേ ഇവിടെ ഒന്ന് പൂർണ്ണമായിട്ട് ക്ലീൻ ആവുള്ളൂ. SFI-കാരനായിരുന്നു മുമ്പ്, SFI പ്രവർത്തകൻ, കറകളഞ്ഞ SFI പ്രവർത്തകൻ. അത് പറയുമ്പോൾ ഒരു നാണം ഉണ്ടെന്ന് തോന്നുന്നു, ഒത്തിരി ചമ്മല്. എന്തുകൊണ്ടാണ് SFI-യിൽ നിന്ന് മാറി ഒരു കളമാറ്റം ഉണ്ടായത്? ഇതിനകത്ത് അതൊരു രാഷ്ട്രീയമൊന്നുമല്ല. അന്ന് നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ്, ഇപ്പം സുമേഷ് ഇങ്ങനെ SFI-കാരനായിരുന്നു. ഒരു വിപ്ലവകാരി ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വേണം, എല്ലാം നമ്മുടെ ചുറ്റുപാടും എല്ലാവരും തുല്യതയോടെ ജീവിക്കണം എന്നൊക്കെ ഒരു വിചാരം നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിചാരത്തിൽ നിന്നാണല്ലോ നമ്മളൊക്കെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത്. അപ്പം എൻ്റെയൊക്കെ കുടുംബം ഒരു കോൺഗ്രസ് ബേസ്ഡ് ഫാമിലി ആയിരുന്നു. അച്ഛനും വല്യച്ഛനും ഒക്കെ അങ്ങനെ കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു. അപ്പം ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല. ആ സമയത്ത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഞങ്ങളൊരു ചെറിയ കുട്ടിയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൊള്ളിയാലത്തൊരു സംവിധാനമാണെന്നും ഇവർ വളരെ മനോഹരമായിട്ട് വർത്തമാനം പറയുന്നു, സംസാരിക്കാൻ തയ്യാറാണ്, വിപ്ലവകാരികളാണ്, ചെരുപ്പിടാൻ നടക്കുന്നു. അപ്പോൾ ഈ ഒരു ക്രമീകരണം എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അന്ന് നമ്മൾ, പക്ഷേ ഈ നയനാർ വന്നതിന് ശേഷമാണല്ലോ ഈ കൊള്ള ഇവിടെ തുടങ്ങുന്നത്. EK നായനാരുടെ കാലത്ത് P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചുകൊണ്ടല്ലേ പിണറായി വിജയൻ ഈ കൊള്ള മുഴുവൻ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് ഇവിടെ വല്ലതും ഉണ്ടായിരുന്നോ? അച്യുതാനന്ദൻ്റെ കാലത്തൊന്നും അത്ര ഒരു ഇതിലായിരുന്നല്ലോ. അച്യുതാനന്ദൻ്റെ കാലത്തിന് മുമ്പാണല്ലോ നമ്മുടെ നയനാരുടെ കാലം വരെ തുടങ്ങി. നയനാരുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശി വന്നതിന് ശേഷമാണല്ലോ ഇതിന്റെ ഒരു താളം തെറ്റിൽ തുടങ്ങി. ഈ കൊള്ളയുടെ ആരംഭം അവിടെ നിന്നാണ്. പക്ഷെ അതിനുശേഷം VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഇത്രയധികമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം നിസ്സഹായനായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇവരാണ് കാര്യങ്ങൾ അന്നും തീരുമാനിക്കുന്നത്. വേക്കൻസി സെന്ററിൽ ഇരുന്നുകൊണ്ട് പിണറായി വിജയൻ തീരുമാനിക്കും, അവിടെ DL ഉറപ്പിക്കും. അച്യുതാനന്ദൻ അവിടെ ഇരിക്കാം എന്നുള്ള വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പം ആ ഒരു കാലം അന്ന് കിട്ടിയ ആ ഭരണത്തിൻ്റെ ഒരു രുചി ഇവര് ഈ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പിണറായി വിജയൻ പുറത്തു പോയിട്ടും ഇപ്പോൾ സ്വപ്ന പറയാറുണ്ട്, ഈ ശിവശങ്കർ ഇല്ലല്ലോ. അതെ. എന്നിട്ടും ശിവശങ്കറാണ് ഇപ്പോഴും പിണറായിയുടെ ബിസിനസ് മുഴുവൻ നോക്കി നടത്തുന്നത്. ഒരു കാര്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് എത്ര കാലം പോയാലും ഇതിങ്ങനെയൊക്കെ തന്നെ ഇവിടെ നടക്കും. അല്ലെങ്കിൽ ജനം അതുപോലെ കാര്യങ്ങളിലൊരു ഉത്തരവാദിത്വബോധം കാണിക്കണം. കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു പ്രശ്നം, ഇവർ ഉത്തരവാദിത്വബോധമുള്ളവരല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കില്ല പരിപാടി. ഇവർക്ക് എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലോ എന്നുള്ള ലൈനിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ഇവർ മാറ്റി. അത് ഭീഷണി കൊണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഉള്ള ശേഷിയില്ലായ്മയൊക്കെ ആളുകളെ എത്തിച്ചു, ഭയപ്പെടുത്തി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇപ്പോൾ MP രാഘവൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി റോഡിൽ ഒരു വിഷയം ഉണ്ടായാൽ അപ്പോൾ പുള്ളി വണ്ടിയിൽ അവിടെ ഇറങ്ങുവാണ്. എന്നിട്ട് അവിടെ വണ്ടി പോകും. പുള്ളി ആ പ്രശ്നം തീർത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുന്ന വണ്ടിയിൽ പുള്ളി പിന്നെ കയറി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് നികേഷ് കുമാർ എന്ന് പറയാൻ നമുക്ക് തന്നെ നാണക്കേടാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നൊരു കാലമായിരുന്നു. അവിടെ നിന്നാണ് ഇത്രയ്ക്ക് അധപതിച്ചു പോയത് ഈ സംവിധാനം. ഈ സംവിധാനം അധപതിച്ചപ്പോൾ ഈ CPM നന്നായിരുന്നെങ്കിൽ കോൺഗ്രസ് നന്നാവുമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വളരെ മിടുക്കനായ ഒരു മന്ത്രിയെ മാറിയനെ. ഒരു നയ പൈസ കഴിവ് നടത്താത്ത കുഞ്ഞാലിക്കുട്ടി പോലെ പ്രഗത്ഭനായ ഒരാളുണ്ടോ? ഈ ബ്യൂറോക്രസിയുടെ എല്ലാ പ്രശ്നങ്ങളെയും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായിട്ട് കൊണ്ടുപോയി ശേഷിയുള്ള ഒരാൾ വേറെ ആരോള് ഇല്ല. ഇപ്പോൾ TM ജേക്കബ് സാറൊക്കെ അതുപോലെ ആ ലെവലിലുള്ളവരൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. ഈ ബ്യൂറോക്രാറ്റുകൾ IAS കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കൂട്ടു നിൽക്കാതിരിക്കുകയും നീ ചെയ്യടാന്ന് പറയുകയും ചെയ്യാനുള്ള പ്രായം ഉള്ളവരാണ്. പക്ഷേ ഇവർ പോലും അഴിമതിക്കാരും കുഴപ്പക്കാരുമായി പോകുന്നതിൻ്റെ ഏക കാരണം ഈ CPM ആണ്. ഇതിനെല്ലാം CPM എന്ന് പറയുന്ന ഒരു പേടി ആളുകൾക്കുണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതില്ല. CPM എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ കയ്യിലായി. അല്ല, ഇതിപ്പോൾ ഈ പണ്ടത്തെ ഈ ചട്ടമ്പി, കവല ചട്ടമ്പി, നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഊച്ചാളിമാർ ചട്ടമ്പി ആണെന്നൊക്കെ പറയും. അപ്പോൾ ഈ ഗുണ്ടകളെന്നൊക്കെ ഇപ്പോഴും വന്നതാണല്ലോ ചട്ടമ്പി, ഊച്ചാളി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇവരൊക്കെ ഈ നല്ല കാലത്ത്, ഇവരുടെ ചെറുപ്പകാലത്തൊക്കെ ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ വരയും അണ്ടർവെയറും അതിൻ്റെ മുകളിൽ ആ അണ്ടർവെയർ കാണത്തക്ക രീതിയിൽ മുണ്ടും മടക്കി കുത്തി ബീഡിയും കത്തിച്ച് ചുണ്ടിൽ വെച്ച് തലയിലൊരു തോർത്തും ചുറ്റി നിൽക്കും. പക്ഷേ ഇതൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഒന്ന് എണീറ്റ് നടക്കാൻ പറ്റാതെ ആകുമ്പോഴത്തേക്ക് ഇവരെ കാണുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ CPM ആൾക്കാർ കാണുന്നത്. ആ ഒരു രീതി. അന്ന് ഗുണ്ടയെ ഊച്ചാളിയെ പേടിയുണ്ടായിരുന്നു. ഇന്നിപ്പം ഊച്ചാളിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ആ ഒരു, പക്ഷേ എങ്കിലും ഞാൻ പഴയ ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ളത് കാണിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഒരു പരിഹാസപാത്രമായി പോവുകയാണെന്നുള്ളതാണ്. അതിപ്പോൾ ഒരു കുടുംബം കേരളത്തെ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് കേരളം പോലൊരു സംസ്ഥാനത്തെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തിയ
കാലം വരെ ഉണ്ടോ? അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും, അതായത് 99% രാഷ്ട്രീയക്കാരും അഴിമതിക്കാർ തന്നെയാണ്. 1% അങ്ങനെയല്ല നമുക്ക് കരുതാം. പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിലൊരു 10% കൂടുതലോ കാണിച്ചോട്ടെ, പ്രശ്നമില്ലായിരുന്നു. പിണറായി വിജയനെ വെറുക്കപ്പെടില്ലായിരുന്നു. ഇന്ന് പിണറായി വിജയൻ എന്നുള്ളൊരു പേര് കേട്ടാൽ പോലും ജനങ്ങൾക്കൊരു ഒരു എന്താണ്, ഒരു അറപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ പുച്ഛമാണല്ലോ. അപ്പോൾ ആ പുച്ഛത്തിലേക്ക് ഈ സംവിധാനത്തെ, ഈ പാർട്ടി അടക്കം കൊണ്ട് എത്തിച്ചതിനകത്ത് ഇയാൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇയാൾക്കെതിരെ വന്ന പോലെ ആരോപണം എവിടെയാണ് വന്നിരിക്കുന്നത്? പണ്ട് ബോഫോഴ്സ് അഴിമതി നടക്കുന്നു ഇന്ത്യയിൽ, രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അത് 300 കോടിയുടെ അഴിമതിയേ ഉള്ളൂ. അന്നത്തെ 300 കോടിയാണത്. ഈ പിണറായി വിജയൻ ഇവിടുത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്ത് 350 കോടിയുടെ അഴിമതിയാണ് ഇവിടെ നടത്തിയത്. ഒരു ചെറിയ സംസ്ഥാനത്ത് ചെറിയ ഇടപാടിലൂടെ 1.5 വർഷം മന്ത്രിയായിരുന്നപ്പോൾ അതെ നടത്തിയത്. അപ്പം ഇന്ത്യ മുഴുവനുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ അഴിമതിയെക്കാളും വലിയ അഴിമതിയാണ് ഒരു മന്ത്രി നടത്തിയത്. അതെ, അല്ല അവിടെയാണ്, അതായത് ഒരു 1.5 വർഷം ഒരു വൈദ്യുത മന്ത്രിയായിരുന്ന സമയത്ത് 350 കോടിയുടെ അഴിമതി നടത്തി. അപ്പോൾ 10 വർഷം കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തെല്ലാം അഴിമതികൾ നടത്തിയിട്ടുണ്ടാവും? അല്ല, ലക്ഷക്കണക്കിന് കോടികൾ. അതായത് ഇപ്പം സ്പ്രിംഗ്ലർ ഇടപാട്, പാവപ്പെട്ട ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആളുകളുടെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റാസ് വിറ്റിട്ട് 2,500 കോടിയല്ലേ മേടിച്ചേ? അതെ, അത് സ്വപ്നയ്ക്ക് കിട്ടിയ കണക്കാണ്. അതിനും എത്രയോ വലുതായിരിക്കും. ഇത് ശിവശങ്കർക്കാണല്ലോ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ എത്രയോ വലുതായിരിക്കും അതിൻ്റെ ഒരു വ്യാപ്തി. അതെ അതെ അതെ. ഇത്തരം അഴിമതിയുടെ ഒരു കൂടാരമാക്കി മാറ്റി കളയുമല്ലോ ഇത് ഇയാളെ. അതെ, അല്ല AI ക്യാമറ വെച്ചു, 274 കോടിയോ മറ്റോ കൊടുത്ത് AI ക്യാമറ വെച്ചു. പക്ഷേ ഇന്ന് AI ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അല്ല, അന്ന് അത് വെറും നമ്മുടെ 72 കോടി രൂപയ്ക്കാണ് ഈ നമ്മുടെ ജെയിംസ് സാർ എന്ന് പറയുന്ന ആൾ ആണ് ഇത് ചെയ്തത്. അപ്പോൾ അത് 72 കോടി രൂപയാണ് അതിന് കോട്ട് ചെയ്തത്. ആ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇയാളുടെ പിണറായി വിജയൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛന് വർക്ക് കൊടുക്കുന്നത് 260 കോടിക്ക്. അപ്പോൾ എന്ത് വലിയ അഴിമതിയാണ് നടത്തത്. അതിൻ്റെ മുഴുവൻ ഡേറ്റാസും നമ്മുടെ ഈ ഓഫീസിൽ ഉണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനിത് അന്ന് ശോഭ മാഡത്തിന് കൊടുത്തു, ശോഭ സുരേന്ദ്രന്. പുള്ളിക്കാരി ഇവിടെ പത്രക്കാരെ കാണാൻ വന്നു. അന്നേരമാണ് അന്നത്തെ പ്രസിഡന്റ് വിളിക്കുന്നു, അതിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അതെ, ഇങ്ങനത്തെ പണിയെല്ലാം നടക്കുന്നേ. കാരണം ഇതിനെല്ലാത്തിനും ഇവരെല്ലാവരും പങ്കുപറ്റുകയാണ്. എല്ലാ അഴിമതിയുടെയും പങ്കുകാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ പങ്കായതുകൊണ്ട് പിണറായി വിജയൻ എടുക്കാൻ അവർക്കാർക്കും പിണറായി വിജയനോട് പിണങ്ങേണ്ട കാര്യമില്ല. എല്ലാവർക്കും പൈസ കിട്ടുമല്ലേ. അതുകൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ ഈ നേതൃത്വ നിലയിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഈ പാർട്ടിക്കുള്ളിൽ തന്നെയില്ലേ? അല്ല, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ആര് വരുമ്പോഴും ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു വെറും സിനിമാ നടനോടാണ് ഈ ശോഭാ സുരേന്ദ്രനെ പോലെ പ്രഗത്ഭയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ തോറ്റു പോകുന്നത്. മിമിക്രി കാണിച്ചാണ്. അയാളുടെ കോൺട്രിബ്യൂഷൻ ഈ രാജ്യത്തിന് വേണ്ടി എന്താണുള്ളത്? ഒരു മിമിക്രിക്കാരൻ എന്നുള്ളതിനപ്പുറം എന്ത് കോൺട്രിബ്യൂഷനാണ് അയാൾക്ക് ഈ മണ്ഡലത്തെ ജനങ്ങളോട് ചെയ്യാനുള്ളത്? അതുപോലെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ. അവരുടെ ലൈഫ് മുഴുവനും 13ാമത്തെ വയസ്സ് മുതൽ അവർ ABVP വരുന്നു. അവിടെ മുതൽ ഇതിനകത്ത് വളർന്നു വന്ന് ഈ ലെവലിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവരെ നിഷ്കരണം വലിച്ചെറിയാൻ വേണ്ടി ഈ പാലക്കാട് ജനങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടിയുടെ ഒരു തശയില്ലാതെ പറ്റില്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു 5-6 വർഷം മുമ്പ് മുതലൊരു മിമിക്രി കാണിച്ചു വന്ന ഒരാൾക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ അവർക്ക് പറ്റാതെ പോകുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ ഒരു വലിയ അപകടമാണ്. പൊളിറ്റിക്കൽ ഇൻ്റലിജൻസിൻ്റെ പോരായ്മയാണ്. കേരള ജനത പൊളിറ്റിക്കലി ഇൻ്റലിജൻസ് ഇല്ലാത്തവരാണ്. അതെ, ആ പ്രശ്നമാണ് ഇതിനകത്തൊക്കെ കാരണം. അതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സന്താമോണിക്കയും വീണയായിട്ട് എന്താണ് ബന്ധം? വീണ എത്രയോ ദിവസങ്ങൾ ഇയാളുടെ അതിഥിയായിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ ഡെന്നിസിൻ്റെ അതിഥിയായിട്ട്. പിന്നെ കോട്ടയത്ത് ഇവിടെ എറണാകുളത്ത് അബാദ് ഹോട്ടലിൽ എത്രയോ ദിവസങ്ങൾ വീണ താമസിച്ചിരിക്കുന്നു. പ്രൊഫഷണലായിട്ട് ഈ ദല്ലാൽ പണി ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ. അല്ല, ഇതിനകത്ത് ഈ പുള്ളിക്ക് ഒരു കമ്മ്യൂണിസവും ഇല്ല, ഒരു ആ തരത്തിലുള്ള യാതൊരു ഇതെല്ലാം ഒരു ഇസം പറഞ്ഞിട്ട് ആളുകളെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ നടക്കുന്നത്. ഈ ചിന്താ ജെറോം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വെറും ഒരു ലോ ലെവൽ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ഇവർ കുട്ടികളുടെ മനസ്സിൽ
വേറെ ഒരു ഈ ഇത്തരം അധമ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്.